തുടക്കം മുതൽ ഒടുക്കം വരെ റമളാനെങ്കിൽ ഖത്തം. ആണുങ്ങളുടെ ആയത്തല്ല, പെണ്ണുങ്ങൾക്ക് കൊണ്ട് ആയത്ത്. നിങ്ങളിപ്പോ ഖത്തം ഓതാറിഞ്ഞൂടാ, എന്നാലും നിങ്ങൾ ഓതാറില്ലേ? ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഫവൈലുൽ ലിൽ മുസല്ലീൻ, നിസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്നവനാണ് വൈലെന്ന നരകമുള്ളത്. അതാർക്കുള്ള ആയത്താണ്? അത് പെണ്ണുങ്ങൾക്കുള്ള ആയത്താണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിങ്ങൾ വിചാരിച്ച നിസ്കാരത്തിന് കൈകെട്ടിയിട്ട് ആ നിസ്കാരത്തിൽ നിന്നിട്ട് വേണ്ടാത്ത കാര്യം ചിന്തിക്കുന്നവനാണ് അലസൻ എന്നാണ്. അല്ല, പെണ്ണുങ്ങളെ ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ആയത്താണ്. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്നവനാണ് വൈലെന്ന നരകമുള്ളത്. നിസ്കാരത്തിൽ അശ്രദ്ധ എന്ന് പറഞ്ഞാൽ കൈകെട്ടിയിട്ടുള്ള അശ്രദ്ധമല്ല. ബാങ്ക് വിളിച്ചിട്ട് നിസ്കാരത്തിന്റെ യഥാർത്ഥ സമയത്തെയും വിട്ട് അകാരണമായി പിന്തിക്കുന്നവർ, അവനാണ് നിസ്കാരത്തിൽ അശ്രദ്ധയുള്ളവർ. മനസ്സിലായോ? പെണ്ണുങ്ങൾക്ക് മനസ്സിലായോ? നിസ്കാരത്തിൽ അശ്രദ്ധയുള്ളവനാണ് വൈലെന്ന നരകം എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾ അവിടെ തഫ്സീർ കൊടുത്തിട്ടുള്ളത് നിസ്കാരത്തിന്റെ ടൈമായിട്ടും അകാരണമായി ആ നിസ്കാരത്തെ പിന്തിച്ച് നിസ്കരിക്കുന്നവർ. ഈ ഇരിക്കുന്ന പെണ്ണുങ്ങളിൽ 99% പെണ്ണുങ്ങളും ളുഹർ 2:30 മണിക്ക് നിസ്കരിക്കണവരാണ്. 99% നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ളുഹർ നിസ്കരിക്കുന്നത് 2:30 മണിക്കാണ്. രാവിലെ പിള്ളേരെയൊക്കെ വിട്ട് ഭർത്താവിനുള്ള ചോറും കറിയൊക്കെ വെച്ചു കൊടുത്ത്, മക്കളെ വിട്ട് മക്കളുടെ ഷൂവും തുടച്ച് അവരെ ഡ്രസ് കോഡ് വിട്ടുകൊടുത്ത് അവരൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ വീട് പാവങ്ങൾ, അവർക്ക് ജോലിയുണ്ട്, പിടിപ്പത് ജോലിയുണ്ട്, ഒക്കെ ശരിയാണ്. വീടൊക്കെ തൂത്ത് വൃത്തിയാക്കി അവിടെയൊക്കെ വെള്ളമൊക്കെ കോരി വെച്ച് ബാക്കിയുള്ള ഡ്രസ്സൊക്കെ കഴുകി നന്നായിട്ട് അവിടെയുള്ള ഭക്ഷണമൊക്കെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ഇതിൻ്റെ ഇടയിൽ ഒരു പകുതി തലേദിവസം കാണാൻ പറഞ്ഞ സീരിയലിൻ്റെ ബാക്കിയും കണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ പോയി ഇന്ന് തലേദിവസം മത്തിക്കറി വെച്ച ചട്ടിയൊക്കെ കഴുകി വെച്ച് അതിന്റെ കരി വെച്ച് നൈറ്റൊക്കെ പിടിഞ്ഞു കയറി വരുമ്പോ സമയം 2:30 മണിയാവും. ളുഹറിന്റെ ബാങ്ക് വിളിച്ചിട്ടുണ്ടാവും. ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ ബാങ്ക് കഴിഞ്ഞ് നിസ്കാരത്തെ അകാരണമായി, ആണുങ്ങളുണ്ട് യാത്ര പോവാൻ, ബാങ്ക് ളുഹർ വിളിച്ചു, കുഴപ്പമില്ലടെ ചോറ് കൊണ്ടിട്ട് 2 മണിക്ക് നമ്മളിവിടെ നിന്ന് പോവാണ്, കോഴിക്കോടേക്ക് പോവാൻ, ബാങ്ക് വിളിച്ചു. അപ്പൊ പറയാം ഏതായാലും ഒരു കാര്യം ചെയ്യാം, അടുത്ത് ഹോട്ടലുണ്ടെന്നടുത്ത് ഭക്ഷണവും കഴിക്കാം, നിസ്കാരവും നടക്കാം, എല്ലാം കൂടെ കഴിയുമ്പോൾ 2 മണിയാവും. യഥാർത്ഥ സമയത്തെ വിട്ട് പിന്തിക്കുന്നവർ, ഇങ്ങനൊരു സ്വഭാവം നമുക്കുണ്ട്. ചിലപ്പോ യാത്രകളിലൊക്കെ നമുക്കിത് ഉണ്ടാവാറുണ്ട്. ആ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു സ്വഭാവത്തെ ഖുർആൻ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്വഭാവത്തെ ഖുർആനീക പുനർവായനയിലൂടെ മനസ്സിലാക്കുകയും തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ ദുഷ്പ്രവൃത്തിയെ അകറ്റപ്പെടുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ നിയോഗത്വത്തിന്റെ പ്രതിഫലം. വയുസക്കീഹിം, അവർക്ക് തസ്കിയത്ത് നടത്തി ആത്മ സംസ്കാരം അവർക്ക് ഉണ്ടാക്കി. ഇനിയെങ്കിലും പെണ്ണുങ്ങൾ ആ കാര്യം സൂക്ഷിക്കണം. അത് കേട്ടിട്ട് പോയാൽ പോരാ, കൊള്ളാം 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 എന്ന് പറഞ്ഞാൽ പോരാ, ചില സ്വഭാവങ്ങൾ മാറണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറ. അതങ്ങനെ ഒരു സ്വഭാവമായി കഴിഞ്ഞാൽ പിന്നെ മാറൂല. സ്വഭാവമായാൽ സ്വഭാവത്തിന്റെ പ്രത്യേകത ഏതാണ്? ഖുർആൻ അതിനെ പറയുന്ന പേര് ജിബില്ലത്ത് എന്നാണ്. വത്തഖുല്ലാഹല്ലദീ ഖലഖക്കും വൽ ജിബില്ലത്തൽ അവ്വലീൻ. ജിബില്ലത്ത് എന്ന് പറഞ്ഞാൽ ജബലിൽ നിന്ന് പിടിച്ചാണ്, മല പർവ്വതത്തിൽ നിന്നാണ് അതിന്റെ ക്രിയാധാതു എന്ന് പറഞ്ഞാൽ. ഖുർആൻ അറബി ഭാഷയിൽ ജിബില്ലത്ത് എന്ന് പറഞ്ഞാൽ പ്രകൃതം എന്ന് പറഞ്ഞാൽ ഒരു മല നിൽക്കുന്നിടത്ത് നിന്ന് മാറിയാലും അവന്റെ സ്വഭാവം മാറും. ജിബില്ലത്താണെന്നാണ് പറയുന്നത്. അതുകൊണ്ടൊരു സ്വഭാവമാക്കി മാറ്റരുത്. ഈ സ്വഭാവം മാറ്റണം, ആണും പെണ്ണും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന് വാളൊക്കെ കേട്ടിട്ട് എന്തുണ്ടെന്ന് ചോദിച്ചാൽ ആ സമയത്ത് പറയണം അൽഹംദുലില്ലാ, ഒരു സ്വഭാവം മാറി. അതിനിപ്പം ഈ നൈറ്റിമേലും തലേ ദിവസത്തെ മത്തിയുടെ കറിയൊന്നും ഇരുന്നാലും നിസ്കരിക്കാൻ പറ്റും. ചാണകമൊന്നുമല്ലല്ലോ. നിങ്ങളുടെ അത്യാവശ്യം ജോലി കഴിഞ്ഞാൽ ഏതായാലും ആ സമയത്ത് ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിസ്കരിക്കുക. നജസ്സൊന്നും ഇല്ലെങ്കിൽ അതിനൊരു തടസ്സമില്ല. കുളിച്ച് വൃത്തിയായിട്ടൊക്കെ വന്നാൽ എല്ലാ പെണ്ണുങ്ങളും പറയണത് ആ സമയത്തൊരു റാഹത്തില്ല, ഒന്ന് കുളിച്ച് വൃത്തിയാക്കി. വൃത്തിയാക്കാൻ നിങ്ങളെന്താ പശുവിനെ കറക്കാൻ പോയ അണ്ണാച്ചിയ? ഇല്ല, പശുവിന്റെ മൂത്രം എല്ലാം കൂടെ നൈറ്റിമേ വേണ്ടി. ഇല്ല, പശുവിനെ കറക്കാൻ വേണ്ടി രാവിലെ വീടുകളിൽ പോകണം അണ്ണാച്ചിയാണ് പറയുന്നത്. ശരിയാണ്, പഠിച്ച് വൃത്തിയാക്കണം. കാരണം ചാണകവും മൂത്രം എന്റെ മേല് ഉണ്ടാവും. ഇതൊന്നും ഇല്ലാത്ത ഒരാളുകളെ സംബന്ധിച്ച് സെക്രട്ടറിയുടെ ഭാര്യ ചിരിക്കുന്നത് വിശേഷമില്ല. നിങ്ങൾക്ക് ആ സ്വഭാവം ഉണ്ടെന്നാണ്. സെക്രട്ടറി ഒരു കാര്യം ഞാൻ പറയുന്നത്, ഗ്ലാമറൊക്കെ കൂടിയിട്ടുണ്ട്. അവർ സെക്രട്ടറി ആയ പിന്നെ എല്ലാവരും കല്യാണത്തിൽ വിളിക്കും. അതുകൊണ്ട് നല്ല പുതിയ ഷർട്ട് കുറച്ച് തയ്ച്ചിട്ടുണ്ട്.
നബീനെ വേണ്ട പച്ചയാക്കി. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകും. വെറും ഒരു തമാശ എന്നതിനപ്പുറം ഞാനിപ്പോ ഇങ്ങനെ സംസാരിക്കണം, നമ്മൾ തമ്മിൽ വലിയ ആമുഖമൊന്നും ആവശ്യമില്ല. എന്റെ സ്വന്തം നാട് ഇടുക്കി ജില്ലയിൽ കാഞ്ഞാറാണ്. പക്ഷെ ഇപ്പൊ എന്റെ സ്വന്തം നാട് കാരാളികോണമാണ്. അത് കഴിഞ്ഞാൽ ഈ മേഖലയിൽ ഒരു സ്വന്തം നാട് പോലെ അടുപ്പമുള്ള മറ്റു സ്ഥലമാണ് പയ്യക്കോട് എന്നെ സംബന്ധിച്ചോളം. അപ്പോൾ നമ്മൾ തമ്മിൽ ഒരു ആമുഖമോ അല്ലെങ്കിൽ ഒരു വലിയ ഗർവിന്റെയോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് നിങ്ങൾ അങ്ങനെയാണ് എന്ന ഒരു അകലത്തിന്റെ കാര്യമില്ല. അടുത്ത് നിന്ന് സംസാരിക്കാൻ കഴിയുന്നതിലപ്പുറം നമ്മൾ മനസ്സുകൊണ്ട് അറിയുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മെ സംബന്ധിച്ചോളം ഈ ഒരു സ്വഭാവങ്ങൾ മാറണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ചില സ്വഭാവം ഉണ്ടെങ്കിൽ ആ സ്വഭാവം പിടിച്ചുപോയ പിന്നെ മാറില്ല. പണ്ടെന്നെ കണക്ക് പഠിപ്പിച്ചൊരു സാറുണ്ടായിരുന്നു. സാറ് കിണറ്റി ഇറങ്ങിയപ്പോ ഈ മുളയുടെ സൈഡ് കൊണ്ടിട്ട് സാറിന്റെ ഇവിടെ ഒരു മുറിവുണ്ടായി, ഇവിടെ അങ്ങനെ നല്ല മുറിവാണ്. അദ്ദേഹം മുറിവൊക്കെ കെട്ടിവെച്ച് ക്ലാസ്സിൽ വന്നു. ഈ മുറിവ് പഴുത്തപ്പോ ഈച്ച വന്ന് മുറിവിലിരിക്കും. അപ്പൊ സാറ് ഈച്ച മുറിവിൽ വന്നിരിക്കുമ്പോ സാർ എപ്പോഴും കൈകൊണ്ട് ഇങ്ങനെ തട്ടിക്കളയും, ഈച്ച ആട്ടും. അപ്പൊ കുറെ സമയം എപ്പോഴും ഈച്ച വന്നിരിക്കും. ആട്ടിപ്പായിൽ ഈച്ചയുടെ സ്വഭാവം എന്ന് പറഞ്ഞ ആട്ടിപ്പുറത്താക്കിയാൽ ചില ഈച്ചയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പിരിവുകാരെ പോലെ, ഇല്ലാന്ന് പറഞ്ഞാലും ഗേറ്റിനപ്പുറത്തോട്ടാലും വീണ്ടും തിരിച്ചു വരും. അപ്പൊ അതേപോലെ അവര് വീണ്ടും അദ്ദേഹം ഇങ്ങനെ അടിക്കും. ഇങ്ങനെ ആട്ടി അവസാനം ഇതൊരു ദുസ്വഭാവമായിട്ട് മാറി. ടീച്ചേഴ്സൊക്കെ സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോൾ ഈച്ച വന്നിരിക്കുമ്പോൾ സാറുമല്ല ഇങ്ങനെ അടിക്കും. ഇതിപ്പോ ഈച്ച ഇട്ടിട്ടാണ് കൈയിട്ട് ഇങ്ങനെ ആക്കണമെന്ന് ടീച്ചേഴ്സിന് ചിലപ്പോൾ മനസ്സിലാവൂല. അങ്ങനെ പലവിധ ഒരു സിമ്പിളായിട്ടൊക്കെ തോന്നിയാൽ വലിയ പ്രശ്നങ്ങളാണ്. അവസാനം സാർ ഇതിനൊരു പോംപടി കണ്ടുപിടിച്ചു. ഇദ്ദേഹം ഈ മുറിവിൽ ഈച്ച വന്നിരിക്കുമ്പോ പിന്നെ ഇങ്ങനെ കാണിക്കൂല. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ, ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ കാണിക്കും. ആ മുറിവിൽ നിന്ന് ഈച്ച പോകാൻ വേണ്ടി അദ്ദേഹം കാണിക്കും. അപ്പൊ ഈച്ച പോകും. ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ മുറിവ് ഉണങ്ങി, മുറിവൊക്കെ ഭേദമായി. ഇപ്പോ സാറ് റിട്ടയർ ആയി, ഒരു 10-62 വയസ്സുണ്ട്. ഇപ്പോഴും സാർ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ ആ മുറിവ് ഉണങ്ങിയതിന് ഇപ്പോഴും 62 വയസ്സ്. ഇപ്പോഴും അദ്ദേഹം കാരണം ജീവിച്ചിരിപ്പുണ്ട്. അതായത് ലൈവുണ്ടാ ഇപ്പോഴും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക്, അത് അന്നുണ്ടായ ഒരു സ്വഭാവമാണ്. ചില സ്വഭാവങ്ങൾ അങ്ങനെയാണ്. സ്വഭാവത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് തന്നെ ഹാബിറ്റ് എന്നാണ്. പ്രകൃതം, ഹാബിറ്റ്. അത് മാറാൻ എച്ചും എയും നമ്മൾ വെട്ടിക്കളഞ്ഞു നോക്കുക, പിന്നെയും ഒരു ബിറ്റ് ഉണ്ടാവും. എച്ചും എയും വെട്ടിക്കളഞ്ഞാലും പിന്നെ ഒരു ബിറ്റ് ഉണ്ടാവും. ബിറ്റ് എന്ന് പറഞ്ഞാൽ കഷണം. എത്ര മാറ്റിയാലും അതിന്റെ ഒരു കഷണം നമ്മുടെ ഉള്ളിലുണ്ടാവും. അള്ളാഹു നമ്മളെ എല്ലാവരെയും നന്നാക്കി തരട്ടെ. അതുകൊണ്ട് നമ്മളെ ഖുർആനിലൂടെ വായിക്കാൻ കഴിയുന്ന, നമ്മുടെ സ്വഭാവങ്ങളെ മാറ്റാൻ കഴിയുന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എത്ര മണിക്ക് നിർത്തണ്ട? 12:30. നല്ല ആള്. അതുവരെ ഒന്നും പോലെ മുമ്പ് ഇൻഷാ അല്ലാഹ് നമുക്ക് നിർത്താം. എനിക്ക് 4 മണിക്ക് വേറെ പോകണ്ടേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ, ഞങ്ങളുടെ ഒരു ഗുണമായിരിക്കും. ഞാൻ ഈ പരിപാടി ഡേറ്റ് കൊടുക്കുമ്പോൾ ഇന്നലെ നബിദിനം, ഇന്ന് വീട്ടിൽ നബിദിനത്തിന്റെ തലേന്നും പിറ്റേന്നും ഒക്കെ ഞാൻ വീട്ടിൽ ഉള്ള സമയമാണ്. അപ്പൊ അത് നോക്കിയിട്ടാണ് 13-ാം ഡേറ്റ് കൊടുത്തത്. അല്ലേ? വന്നപ്പോ 2 മാസം ഡേറ്റ് കൊടുത്തു. അപ്പോ 13-ാം തീയതി 14-ാം തീയതി ഒക്കെ ഞാൻ നബിദിനമായതുകൊണ്ട് മക്കളെയൊക്കെ കൂടെ ഇരിക്കാൻ വേണ്ടിയുള്ളൊരു ടൈമാണ്. പക്ഷെ ആ സമയത്തൊരു പരിപാടി ഉണ്ടല്ലോ, പിന്നെ പെട്ടെന്നൊരു പരിപാടി വന്നപ്പോൾ ആകുമാറി. എങ്കിലും നമ്മുടെ സമയമൊക്കെ നമുക്ക് ധാരാളം കിട്ടും. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അവസാനം നന്നായിട്ടൊന്ന് ദുആ ചെയ്ത് വേണം നമുക്ക് പിരിയാൻ. പക്ഷെ അതിരിക്കൂലേ? എല്ലാവരും അതുവരെ ഇരിക്കൂലേ? 10 മണി ആയുള്ളൂ. അങ്ങനെ റോഡിൽ നിന്നാണ് വിളിക്കുന്നത്. ഒത്തിരി അടുപ്പുണ്ടായാലും വലിയ പാടാ. അത് വേണ്ട. ഒത്തിരി കിഴക്കോട്ട് പോയാൽ ചിലപ്പോൾ പടിഞ്ഞാറായി പോകും. നമുക്ക് പരമാവധി ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഓരോന്നോരോന്നായി അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ, ആ പ്രവാചകൻ ഉണ്ടാക്കി തന്ന മാറ്റങ്ങളെ, പ്രകൃതങ്ങളെ, അത് നമ്മുടെ എല്ലാ ബന്ധവുമായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാ. ഓരോ മനുഷ്യനും അവന് തസ്കിയത്ത് നടത്താൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ.
നമസ്കാരത്തിൽ അശ്രദ്ധയുള്ളവനാ സംസ്കാരത്തെ അവന്റെ സ്വഭാവത്തെ ഖുർആനീക വർപ്പണത്തിലൂടെ മാറ്റി നിർത്താൻ ഏതൊക്കെ ദുസ്വഭാവങ്ങളുണ്ടോ ആ ദുസ്വഭാവങ്ങൾ മുഴുവൻ തന്റെ ഹൃദയത്തിൽ മാറ്റിവെക്കാൻ ആത്മസംസ്കരണത്തിനാണ് പ്രവാചകൻ കടന്നു വന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് ലോകത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അല്ലാഹുവിന്റെ റസൂൽ ആരായിരുന്നു? സാധാരണക്കാരനായി ഉഹദിന്റെ നേതാവായി ബദറിന്റെ പടനായകനായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സഹചാരിയായി ഞാൻ പ്രവാചക ജീവിതത്തിന്റെ ഓരോ സമഗ്രമായ സന്ദേശങ്ങളെ ചിതറിത്തെറിച്ച സന്ദേശങ്ങളെ ഈ റബീഇന് സമാപനം കുറിച്ച് ഓർമ്മിപ്പിക്കുകയാ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഞാനെന്ന് ചോദിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, ആരാ അല്ലാഹുവിന്റെ റസൂൽ? ആരാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ? ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കുക, ആരാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ? ഒരൊറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു നോക്കി. നമ്മൾ ഈ നബിദിനൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞ പ്രവാചകനെ നമ്മുടെ ജീവിതത്തിന്റെ തിക്തമായ യാഥാർത്ഥ്യങ്ങളുടെ തിരശ്ശീലയ്ക്ക് പുറകിലൂടെ നോക്കുമ്പോൾ നമുക്കറിയാൻ ഏറെയാണ്. യഥാർത്ഥത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കി, ഇങ്ങനെ ഒരു മനുഷ്യൻ, ഒരു നേതാവിനെ ലോകത്ത് കാണാൻ കഴിയും? ജനിച്ചപ്പോഴേ വാപ്പയും പച്ചയായ ജീവിതത്തിന്റെ മുഴുവൻ പച്ചയായ ദുഃഖങ്ങളുടെ കൂട്ടുകെട്ടായിരുന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനിച്ചപ്പോഴേ അനാഥനാണ്, യതീമായിട്ടാണ് ജനിച്ചത്. അല്ലേ അല്ലേ? തുടക്കം മുതൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ എന്റെ കൂടെ വരി. ഞാൻ പ്രവാചകന്റെ നിയോഗം മുതൽ വിയോഗം വരെ പറയാം ഒരൊറ്റ സമയം. അതിന്റെ ഒരു പ്രധാനപ്പെട്ട മുഴുവൻ പറയാൻ കഴിയില്ല എങ്കിലും അള്ളാന്റെ റസൂലിനടുത്തൊരു തസ്കിയത്തിന്റെ വഴിയുണ്ട്, ഒരു ആത്മീയ സംസ്കാരം. ആ സംസ്കാരം എല്ലായിടത്തും, പള്ളിയിൽ, നാട്ടിൽ, വീട്ടിൽ, കുടുംബത്തിൽ, ഭാര്യയിൽ, മക്കളിൽ, എല്ലായിടത്തും. ആരാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ? ചുരുങ്ങിയ സമയം കൊണ്ട് ആ ജീവിതത്തിലൂടെ ഒരു തേരോട്ടം നടത്തുകയാ. ജനിച്ചപ്പോഴേ യതീമായി, അനാഥനായി, വാപ്പ മരണപ്പെട്ടു പോയി, ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടക്കുമ്പോ ജനിച്ചു വെളിയിലോട്ട് വരുമ്പോഴേ വാപ്പാന്റെ മുഖം കണ്ടിട്ടില്ലാത്ത, വാപ്പാനെ കുറിച്ച് യാതൊരുവിധ സ്മരണകളില്ലാത്ത എന്റെ ഉപ്പ എന്ന് വിളിക്കാൻ കഴിയാതെ, ഉപ്പായുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മകളില്ലാതെ അനാഥനായി കടന്നു വന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അള്ളാന്റെ റസൂല് ജനിക്കുമ്പോ ഉപ്പാന്റെ മുഖം കണ്ടിട്ടില്ല. ഉപ്പാന്റെ കൈകളിൽ പിടിച്ചു പെരുന്നാളിന് പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോ ഉപ്പ വാങ്ങിച്ചു തന്ന വന്നബലൂലിന്റെ അടയാളങ്ങൾ ഹൃദയത്തിൽ ഉടക്കി നിൽക്കുന്ന ബാല്യകാലത്തിന്റെ സ്മരണകൾ നഷ്ടപ്പെട്ട് അനാഥനായി വന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഉപ്പയില്ലാത്ത മകനവന്റെ ജീവിതത്തിലെ ഏറ്റവും ആശ്രയം ഉമ്മയല്ലേ? ഉമ്മാന്റെ മടിത്തട്ടിൽ ഉപ്പയില്ലാത്ത ദുഃഖം മുഴുവനെ കടിച്ചമത്തി കിടക്കുമ്പോ ഒരു കാര്യം ഞാൻ എന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ട് തന്നെ ഓർമ്മിപ്പിക്കട്ടെ. അവസാന ജീവിതത്തിൽ എത്ര വലിയ താരാപരത്തിലെത്തിയാലും നമുക്ക് തിരിച്ചു കിട്ടാത്ത ചില സൗഭാഗ്യങ്ങളുണ്ട്. അത് ഉപ്പയെ കുറിച്ചുള്ള ഓർമ്മകളാണ്. പെരുന്നാളിന് തക്ബീറിന്റെ വിളി കേൾക്കുമ്പോ തലേ ദിവസം എടുത്തു വെച്ച പുത്തനുടുപ്പുമിട്ട് ഉപ്പാന്റെ കൂടെ പോയി പുഴയിൽ കുളിച്ചെഴുന്നേറ്റ് വന്ന് പുത്തനുടുപ്പുമിട്ടിട്ട് ഉപ്പാന്റെ കയ്യിൽ പിടിച്ചു പെരുന്നാളിന് പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോ ഉപ്പാന്റെ പെരുവിരല് വിരളമത്തി പിടിച്ച് ഐസിന്റെ മണിമുടക്കം കേൾക്കുമ്പോ ചിണിങ്ങിക്കരഞ്ഞ് അവസാനം ഉപ്പ ഗീസയിൽ നിന്ന് ചില്ലറയെടുത്ത് ഐസ് വാങ്ങി തന്ന് പോണ വഴിയിൽ രണ്ട് കൈയും ബലൂണും വാങ്ങി തന്നിട്ട് ഉപ്പാന്റെ കൈ പിടിച്ചിട്ട് ഗ്രാമത്തിന്റെ തെരുവുകളിലൂടെ നടന്നുപോയ ബാല്യകാലം, ആ ബാല്യകാലത്തിന്റെ ഓർമ്മകൾക്ക് പകരം വെക്കാൻ പിന്നീട് നീ വളർന്നു വലുതാകുമ്പോ ആകാശത്തിന്റെ മുകളിൽ നീ എത്തിയാലും ദുബൈ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ അത്താഴ വിരുന്നിനിരുന്നാലും അതിനേക്കാൾ നിനക്ക് നഷ്ടപ്പെടുന്ന ഒരു സ്മരണയുണ്ട്. വൈകുന്നേരം ഉപ്പ കൂലിപ്പണി കഴിഞ്ഞു വരുമ്പോ കാത്തിരുന്ന ഉപ്പാന്റെ മടിയിലേക്ക് ചേർന്നിരുന്നിട്ട് പാതിരാത്രിയിലും മരത്തടിയില് കഞ്ഞികോടി കുടിച്ച ബാല്യകാലം, ആ ബാല്യകാലത്തിന് പകരം വെക്കാൻ നിന്നെ നിലവുള്ള ഓർമ്മകളില്ലല്ലോ. ആ ഒരു ഓർമ്മയില്ലാത്ത അനാഥനായിരുന്നു നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപ്പയില്ലാതെ ജനിച്ച മകന് ഏക ആശ്രയം ഉമ്മയല്ലേ. ഉമ്മാന്റെ മടിത്തട്ടില് ചാരിക്കിടന്ന് പാലൂട്ടി കുടിച്ച് ഉമ്മാന്റെ താരാട്ട് പാട്ട് കേട്ട് വളർന്ന് ഏറ്റവും നല്ല പാട്ടേതാ? ലോകത്ത് ധാരാളം പാട്ട് നമ്മൾ ആസ്വദിച്ചാലും ഉമ്മ പാടിത്തന്ന താരാട്ട് പാട്ടിനേക്കാൾ ഇമ്പമുള്ളൊരു പാട്ട് ഞാൻ ഇതേവരെ കേട്ടിട്ടില്ല. ധാരാളം രുചികരമായ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഉമ്മ തന്ന അമ്മിഞ്ഞ പാലിനേക്കാൾ രുചികരമായൊരു ഭക്ഷണം ഇന്നേ വരെ നമ്മുടെ രാവ് രുചിച്ചിട്ടില്ല. ഏറ്റവും നല്ല ഭക്ഷണവും ഏറ്റവും നല്ല ശബ്ദവും നമുക്ക് നൽകിയ ഉമ്മ എന്ന ജീവിതത്തിന്റെ പകരം വെക്കാനില്ലാത്ത ചേർത്തുവച്ച രണ്ടക്ഷരങ്ങൾ അമ്മ എന്നുള്ള രണ്ടക്ഷരത്തിൽ ബ്രഹ്മാണ്ഡ സാഹിത്യമൊക്കെ കുറിപ്പതായി. ഉമ്മാക്ക് പകരം പിന്നെ ഉമ്മ മാത്രം. പക്ഷേ ജീവിതത്തിന്റെ വാപ്പയെ കാണാതെ ഒറ്റക്ക് നടക്കുമ്പോ അല്ലാഹുവിന്റെ പരീക്ഷണം പോലെ ഉമ്മ യാത്രാമധ്യ അപവ എന്ന സ്ഥലത്ത് വെച്ച് ഉമ്മ മരണപ്പെട്ടു. ഉമ്മയുടെ ശരീരം തന്റെ കൈകൊണ്ട് കുടിച്ചുണ്ടാക്കിയ കബറിലേക്ക് എടുത്തു വെച്ച് സനാതനായി വന്ന് അനാഥനായി മക്കയിലേക്ക് തിരിച്ചു വന്ന ഉമ്മാനെ സ്വന്തം കൈകൊണ്ട് കബറടക്കിയ പലപ്പോഴും അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഒരു ദിവസം ഞാനും സഹാബത്തും കൂടി റസൂലുള്ളാഹിയുടെ കൂടെ പോകുമ്പോ മരുഭൂമിയിലെത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ നിങ്ങളെല്ലാവരും ഇവിടെ ഒന്ന് നിൽക്കണേ, ഞാനൊരൽപ്പത്തേക്കൊന്ന് മാറിയിട്ട് വരാം. ഞങ്ങളുടെ അടുക്കൽ നിന്ന് റസൂലുള്ള അപ്പുറത്തേക്ക് മാറിപ്പോയി. ഏറെ നേരം കഴിഞ്ഞിട്ടും ഹബീബായ നബി തങ്ങൾ തിരിച്ചു വരാതിരുന്നപ്പോ എവിടെ പോയി? അല്ലാഹുവിന്റെ റസൂലിന് ആളപായം സംഭവിച്ചോ എന്നറിയാൻ മണൽ പരപ്പിന്റെ മറവിലൂടെ ഞാൻ കടന്നു പോയപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഏകനായി വടിമധ്യേ തന്റെ കൂട്ടുകാരെ നിർത്തി അല്ലാഹുവിന്റെ റസൂലിന് ഖബറിന്റെ മുമ്പിൽ ചെന്നിട്ട് കൈ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാ. ഹബീബായ നബിയുടെ പുറകിൽ പോയി തോളിൽ തട്ടി ഞാൻ നോക്കുമ്പോ കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങുന്നുണ്ട്. യാ റസൂലല്ലാഹ് എന്ന് വിളിക്കവേ എന്നെ നെഞ്ചോട് ചേർത്തിട്ട് പറഞ്ഞ അബൂ ഹുറൈറ, ഇതാരുടെ ഖബർ അറിയുന്നറിയുമോ അബൂ ഹുറൈറ? ഇല്ല നബിയേ, ഇതെന്റെ ഉമ്മ ആമിനയുടെ ഖബറാണെന്ന്. ഈ മണ്ണിന്റെ ഉള്ളിൽ ഖബറടക്കപ്പെട്ടത് എന്റെ പ്രിയപ്പെട്ട ഉമ്മയാണെന്ന് ഗദ്ഗത കണ്ടനായി പറഞ്ഞ പയ്യക്കോട് പള്ളിയുടെ പള്ളിപ്പറമ്പിന്റെ ഉള്ളില് നമ്മുടെ ഉമ്മമാര് കിടന്നുറങ്ങുന്നില്ലേ? അവരുടെ റൂഹുകൾ ഇത് കേൾക്കുന്നുണ്ടാവില്ലേ? ഇതെന്റെ ഉമ്മയാണെന്ന് പൊട്ടിക്കരഞ്ഞു പറഞ്ഞ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. പറയൂ സഹോദരങ്ങളെ, ഇതിനപ്പുറത്തേക്ക് എന്താണ് പറയേണ്ടത്? അവസാനം ഉമ്മയും നഷ്ടപ്പെട്ട് ഉപ്പയും നഷ്ടപ്പെട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മൂത്താപ്പയുടെ ആടിനെ മേക്കാൻ മലപ്പറമ്പിലേക്ക് പോയാ ഒരു നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ മൂത്താപ്പയെ ആടിനെ മേക്കാൻ വേണ്ടി പോയ ഒരിടയ ചെറുക്കനില്ലോ. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. ज़मानो ज़मा तुम्हारे लिए, मकीनो मका तुम्हारे लिए, चुनाए चुना तुम्हारे लिए. നബി ഞങ്ങൾ എങ്ങനെയാണ് ഓർക്കേണ്ടത്? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി മൂത്താപ്പയുടെ ആടിനെ തീറ്റി മലഞ്ചെരുവിലൂടെ നടന്നു പോയ നബി മുഹമ്മദ് മുസ്തഫ. ആ മൂത്താപ്പയും മരിച്ചു പോകുമ്പോ പിന്നെ എളാപ്പയുടെ വീട്ടിലേക്ക് വാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട യതീമിന് പിന്നെ ആരാണുള്ളത്? ആരാന്റെ കടത്തിണ്ണകളിലും ആരാന്റെ വീട്ടുവക്കുകളിലും ആട്ടുതുപ്പലും കേട്ട് ജീവിക്കേണ്ടി വന്ന ഒരു അനാഥത്വത്തിന്റെ ബാല്യത്തിന് ഒരു ഉദാഹരണം വേണമോ? അനാഥനെ നിന്ന ഉദാഹരണമാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. വാപ്പയും ഉമ്മയും ഇല്ലാതെ ജീവിച്ചിട്ടും ഏറ്റവും നല്ല വിളിപ്പേര് കിട്ടിയ അനാഥ ബാലനാണ് അല്ലമീൻ, വിശ്വസ്തൻ. പഠിപ്പിക്കാൻ ഉപ്പയില്ല, പാഠം പറഞ്ഞു കൊടുക്കാൻ വാപ്പയില്ല. അനാഥനായി ജനിച്ചിട്ട് നിന്റെ കൗമാരത്തിലും നിന്റെ യൗവനത്തിലും അല്ലമീൻ എന്ന നാമകരണം
മരണം കിട്ടിയ അവസാനം ജീവിതത്തിൽ ഇങ്ങനെ ഒറ്റക്ക് നടക്കുമ്പോ ജീവിതത്തിൽ ഒറ്റക്കായി പോയവന് അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു. തന്റെ ദുഃഖത്തിലും തന്റെ സങ്കടത്തിലും തന്റെ ആധിയിലും തന്റെ വ്യാധിയിലും തനിക്ക് കൂട്ടാളിയാവാൻ, തളർന്നു പോകുമ്പോ തന്റെ കൈയൊന്ന് പിടിക്കാൻ, ഒറ്റക്കായി പോകുമ്പോ പാതിരാത്രിയിൽ കൈ തന്റെ കരുത്തിലൂടെ ഇട്ടുണ്ട്. നിങ്ങൾ ഒറ്റക്കല്ല, മരണം വരെ ഞാനുമുണ്ട് കൂട്ടെന്ന് ഒതുക്കെ പറയാൻ, ചെവിയിലൊന്ന് സുകുമാര്യം പറയാൻ അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമായി പ്രിയപ്പെട്ട ഭാര്യ മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹാ. ഖുവൈലിദിന്റെ മകളായ ഖദീജ വന്നു. അനാഥന് കോടീശ്വരന്റെ മകളെ വിവാഹം ആലോചിക്കപ്പെട്ട് വിവാഹത്തിൽ ഭാര്യയായി വന്നു. ഖദീജ പിന്നെ താങ്ങായി, തണലായി, സാന്ത്വനമായി, തലോടലായി. അവള് ജീവിതത്തിന്റെ ഏറ്റവും വലിയ താരാട്ടായി. ഉപ്പയില്ലാതെ ജനിച്ചവന് ജീവിതത്തിൽ കിട്ടിയ സൗഭാഗ്യമാണ് ഭാര്യ. അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. അല്ലാഹു ആഫിയത്തും ആരോഗ്യവും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ ഏതോ ഒരു സദസ്സിൽ വെച്ചൊരു വിരലിൽ തൊട്ട് നമ്മളെ കൂട്ടിയതുപോലെ അല്ലാഹുവേ അവസാന സ്വർഗത്തിലും കൂടിച്ചേരാൻ വഴിയുന്ന ജീവിതം ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഏറെ പറയാൻ എനിക്ക് സമയമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തെ ഞാൻ അനുസ്മരിക്കുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹാ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും കൂടെ ചേർന്ന ഖദീജ, എല്ലാവരും ആട്ടിയോടിച്ചപ്പോഴും ഞാനുണ്ട് നബിയേ എന്ന് പറഞ്ഞ ഖദീജ അവസാനം തന്റെ കഷ്ടപ്പാടുകളിൽ പങ്കാളിയായി. പ്രിയപ്പെട്ട ഖദീജ മരണവെപ്രാളത്തിൽ പിടയുമ്പോ ഒരു തോലിന്റെ കഷണം വെള്ളത്തിൽ മുക്കിയിട്ട് ആ വെള്ളം നനച്ച തോൽ കഷണം തന്റെ പല്ലിന്റെ ഇടയിലേക്ക് തിരികെ വെച്ചു. അതിൽ നിന്ന് ഇട്ടിട്ട് വരുന്ന വെള്ളം കുടിച്ച് തൊണ്ട നനച്ച് അവസാനം മരിക്കുന്ന നേരത്ത് വയറ് നിറച്ച് ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ തന്റെ ദീനിനു വേണ്ടി സർവ്വത സമർപ്പിച്ച കോടീശ്വരിയായ ഭാര്യ തോൽ കഷണം നനച്ചിട്ട് ആ വെള്ളം തൊണ്ടയിലേക്ക് ഇട്ടിട്ട് മരണവെപ്രാളത്തിൽ കിടക്കുമ്പോ തൊട്ടടുത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞ ഭർത്താവിനെ നിങ്ങൾക്കറിയുമോ? ആ ഭർത്താവാണ് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ നബിയെ സഹിക്കാൻ കഴിയുന്നില്ല ഖദീജ. കോടിപതിയായ ഖുവൈലിദിന്റെ മകളായിട്ട് നീ എന്റെ അടുക്കലേക്ക് വന്ന് മരിക്കുന്ന നേരത്ത് നിനക്ക് വയറ് നിറച്ചൊരു ഭക്ഷണം തരാൻ ഈ ഭർത്താവിന് കഴിയുന്നില്ലല്ലോ ഖദീജ. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലെന്ന് ഖദീജയെ കുറിച്ച് പറയുമ്പോ ആ സമയത്ത് തന്റെ ഭർത്താവിന്റെ വിരലിൽ മുറുകെ പിടിച്ചിട്ട് നബിയെ ഖദീജക്ക് പരിഭവങ്ങളില്ല, ഖദീജക്ക് പരാതികളില്ല. നാളെ സ്വർഗത്തിലങ്ങയുടെ ഭാര്യയായി എന്നെയും ചേർത്ത് വെക്കുമോ എന്ന ഭർത്താവിന്റെ കൈവിരലിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞ ഖദീജ. ഖദീജ റളിയല്ലാഹു അൻഹാ. പിന്നെ ജീവിതത്തിൽ വന്നു ആയിഷ, സൗദ വന്നു, ഹഫ്സ വന്നു റളിയല്ലാഹു തആല അൻഹുന്ന. 23 വർഷത്തെ ജീവിതം ഞാൻ 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കുകയാണ്. അവിവേകം വന്നാൽ പൊറുക്കണേ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് സുന്ദരിയായ ആയിഷ വന്നു. എന്റെ വാക്ക് കേൾക്കുന്ന ഭർത്താക്കന്മാരെ കേട്ടോളുക. പിന്നീട് 40 വയസ്സുള്ള ഖദീജക്ക് പകരം വന്നത് 15 വയസ്സിന്റെ അന്തരമുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ, നബിതങ്ങളും ഖദീജയും തമ്മിൽ. വേണമെങ്കിലും പറയാം വയസ്സിക്ക് പകരം വന്നത് കന്യകയായ സുന്ദരിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹാ. എന്നാലും എന്റെ പ്രിയപ്പെട്ട ഖദീജയെ കൈബാലയത്തിന്റെ ചുറ്റുവട്ടത്ത് കൊണ്ടുപോയി കബറടക്കിയിട്ട് എല്ലാ ദിവസവും നബിതങ്ങൾ പറയുമായിരുന്നു, എന്റെ ഖദീജ, എന്റെ ഖദീജ, എന്റെ ഖദീജ. ഒരു ദിവസം പോലും ഖദീജ ഓർക്കാത്ത ദിവസങ്ങളില്ല. മരിച്ചിട്ടും മണ്ണിന്റെ അടിയിൽ കിടക്കുമ്പോഴും മനസ്സിന്റെ ഉള്ളിൽ മൺചരാട് പോലെ മായാതെ മറയാതെ മൺദീപം പോലെ പ്രിയപ്പെട്ട ഖദീജ അവസാനം നാട്ടിൽ നിന്ന് നാട്ടിയോടിക്കപ്പെട്ട് മക്കം ഫത്തഹിന് തിരിച്ചു വരുമ്പോ മക്ക മുഴുവനും തന്റെ കാൽ കീഴിലാകവേ കൈബാലയത്തിന്റെ ചുറ്റും ഇങ്ങനെ തവാഫ് ചെയ്യുകയാ. എതിർക്കാൻ ആരുമില്ല, ഒട്ടകത്തിന്റെ കുടൽമാലയിടാൻ ആരുമില്ല. മക്ക തന്റെ കാൽ കീഴിൽ പെട്ടപ്പോ കൈബാലയത്തിന് ചുറ്റും തവാഫ് ചെയ്യവേ ഓരോ
തവാഫ് പൂർത്തിയാകുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ വലത്തോട്ട് തിരിഞ്ഞു നോക്കും. രണ്ടാമത്തെ തവാഫ് കറങ്ങിയിട്ട് വന്ന് വലത്തോട്ട് നോക്കും. മൂന്നാമത്തെ തവാഫും കഴിഞ്ഞ് പൂർത്തിയായിട്ട് വലത്തോട്ട് ചെരിഞ്ഞു നോക്കും. 7 തവാഫും കഴിഞ്ഞപ്പോ തിരിഞ്ഞു നോക്കിയിട്ട് പൊട്ടിക്കരഞ്ഞു. എന്തിനെന്നറിയോ ഭർത്താക്കന്മാരെ, തന്റെ പ്രിയപ്പെട്ട ഖദീജയെ കബറടക്കിയിരിക്കുന്നത് വലതു ഭാഗത്താണ്. ആ കബറിന്റെ നേരെ തിരിഞ്ഞു നിന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഖദീജ, മക്ക എന്റെ കയ്യിലായി മോളെ. ഇന്ന് നമ്മളെ എതിർക്കാൻ ആരുമില്ല, ഇന്ന് എന്നെ പട്ടിണിക്കിടാൻ ആരുമില്ല ഖദീജ. നമ്മുടെ കട്ടപ്പാടുകളെല്ലാം തീർന്നു ഖദീജ. പക്ഷേ അത് കാണാൻ നീ ഇന്ന് എന്റെ കൂടെ ഇല്ലല്ലോ, ഇന്ന് മണ്ണിന്റെ അടിയിലേക്ക് പോയല്ലോ ഖദീജ എന്ന് മക്ക തന്റെ കാൽ കീഴിൽ വന്ന് സൗഭാഗ്യം കയ്യിൽ കിട്ടുമ്പോഴും ഖബറിലേക്ക് പോയ ഭാര്യയെ മറന്നില്ല നബി മുഹമ്മദ് മുസ്തഫ. ജീവിതം മറക്കാനുള്ളവരല്ല, കൂടെ കഴിഞ്ഞവളെ മറക്കാനുള്ളവരല്ല, കൂടെ കടന്നവളെ മറക്കാനുള്ളവരല്ല എന്ന് ലോകത്തോട് പഠിപ്പിക്കാനാണ് മുത്ത് റസൂൽ വന്നത്. മുദ്രാവാക്യം മാത്രമല്ല, മുദ്രണം ചെയ്ത സ്നേഹത്തെ കൂടെ കടന്നവളോട് പകർത്തി കൊടുക്കാൻ. ഏത് സമയത്തും ആയിഷ എന്ന സുന്ദരിയായ രണ്ടാം ഭാര്യയുടെ അടുക്കലിരിക്കുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും പറയും, എന്റെ ഖദീജ, എന്റെ ഖദീജ. ഒരു ദിവസം ഹംന ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ വീട്ടിലേക്ക് വന്നു. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഹംന റളിയല്ലാഹു അൻഹ സലാം പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹംന ഒന്നുകൂടി പറ. രണ്ടാമത് സലാം പറഞ്ഞു, ഹംന നീ ഒന്നുകൂടി ഉറക്കെ പറയ് ഹംന. അടുത്തിരുന്ന ആയിഷ ബീവി ചോദിച്ചു, എന്തേ നബിയേ, ഹംനയെ കൊണ്ട് വീണ്ടും വീണ്ടും സലാം പറയിപ്പിക്കുന്നത് എന്തിനാ? അപ്പോഴാണ് പറഞ്ഞത്, ആയിഷ, ഹംനയുടെ ശബ്ദം എപ്പോഴും കേൾക്കുന്നത് എന്റെ കാതിരിമ്പമാണ്. കാരണം ഹംനയുടെ ശബ്ദവും എന്റെ ഖദീജയുടെ ശബ്ദവും ഒരുപോലെയാണ്. ഹംനയുടെ വർത്തമാനം കേൾക്കുമ്പോ എനിക്ക് എന്റെ ഖദീജയെ ഓർമ്മ വരും. ആയിഷ റളിയല്ലാഹു അൻഹാ എപ്പോഴും ഖദീജ ബീവിയെ കുറിച്ച് പറഞ്ഞപ്പോ ആയിഷ ബീവിക്ക് ദേഷ്യം പിടിച്ചു. പെണ്ണല്ലേ വർഗം, ദേഷ്യം പിടിച്ചു. ആയിഷ ബീവി ചോദിച്ചു, നബിയേ, എപ്പോഴും ഈ ഖദീജയുടെ പേര് പറയുന്നത് എന്തിനാണ്? ഇന്നഹാ കാനത്ത് അജൂസാ, അവരൊരു പടുകിളവിയായിരുന്നില്ലേ? വഅബ്ദലകല്ലാഹു ഖൈറൻ മിൻഹാ, അവര് മരിച്ചാലും അവരെക്കാൾ ഖൈറായത് അല്ലാഹു അങ്ങേക്ക് പകരം തന്നില്ല നബിയേ എന്ന് പറഞ്ഞ നബിയെ. എപ്പോഴും ഈ ഖദീജ എന്ന് പറഞ്ഞ ഖദീജ ഖദീജ എന്ന് പറഞ്ഞ എന്തിനാണ്? ഇന്നഹാ കാനത്ത് അജൂസ, അവരൊരു പടുകിളവിയല്ലേ, അങ്ങേക്കാൾ 15 വയസ്സ് മൂപ്പുണ്ടായിരുന്ന ഒരു കിളവി. അവര് മരിച്ചുപോയി. വഅബ്ദലകല്ലാഹു ഖൈറൻ മിൻഹാ, അവര് മരിച്ചെങ്കിലും അവരെക്കാൾ നല്ലതിനെ അള്ളാഹു നിങ്ങൾക്ക് ഖൈറായി തന്നില്ല നബിയെ എന്നെ എന്ന് പറഞ്ഞ ആയിഷ ബീവി പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആ പടുകിളവി മരിച്ചപ്പോ അതിന് പകരം അള്ളാഹു തന്നത് കന്യകയായ സുന്ദരിയായ ശാലീന സൗന്ദര്യമുള്ള എന്നെ. എന്നിട്ട് ചുമ്മാ എപ്പോഴും ആ കിളവിയുടെ പേര് പറയുന്നത് എന്തിനാ? ഇത് കേട്ടപ്പോ അല്ലാണ്ട് ഭർത്താക്കന്മാര് തലകുനിച്ചിരിക്കുക. എന്റെ നേരം ശൈലയിരുന്ന് ഉറങ്ങാനൊന്നും ഓയിരുന്ന് പെണ്ണ് കെട്ടിട്ട് ഇത് കേൾക്കുമ്പോ ഉറങ്ങും. എന്റെ നേരം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇവിടെ എന്താ വാദം? നീ പോണേ പോടി, ഞാൻ രണ്ടാമത് വേറെ കെട്ടും. നിന്നേക്കാൾ നല്ലതിന് എനിക്ക് കിട്ടും. ചില പെണ്ണുങ്ങൾ പറഞ്ഞ ഞാൻ മരിച്ചാ പിന്നെ അവളവിടെ കിടക്കട്ടെ, മയ്യത്തൊക്കെ പിന്നീടൊക്കെ ഇവൻ രണ്ടാമത് കെട്ടുന്നാ പറയും. ഇങ്ങോട്ട് കേട്ടോളിയും. ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ നബിതങ്ങൾ എന്ന പച്ചയായ മനുഷ്യന്റെ ജീവിതത്തെ പകർത്തി തരികയാണ്. നബിതങ്ങൾ പറഞ്ഞു, 40 വയസ്സുള്ള ഖദീജക്ക് പകരം അള്ള കൊടുത്തത് കന്യകയായ സുന്ദരിയായ ആയിഷ ബീവിയെ. ആയിഷ ബീവി പറഞ്ഞു, നബി അതിന് നല്ലത് കിട്ടിയില്ലേ? ചിലപ്പോ ഇതിനെ വിട്ടാ ഇതിനേക്കാൾ നല്ലത് കിട്ടിയേക്കാം. പക്ഷേ ആദ്യം പകർന്നു കിട്ടിയ സൗന്ദര്യത്തിനും സ്നേഹത്തിനും പകരം നൽകാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ കാണാം. അല്ലാഹുവിന്റെ റസൂലിന്റെ തലയിലെ രോമം പോലും വിറക്കാൻ തുടങ്ങി. ആയിഷ ബീവിയുടെ വാക്ക് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ തലയിലെ രോമം വരെ വിറച്ചു. അത്രയ്ക്ക് ദേഷ്യം വന്നു. നബി തങ്ങളുടെ തലയുടെ ഉച്ചനിലയിലെ രോമം വരെ വിറച്ചു. ഇത് കേട്ടപ്പോ ദേഷ്യം വന്നു. എന്നിട്ട് പറഞ്ഞു, ആയിഷ, നിനക്കറിയില്ല എന്റെ ഖദീജേ, എല്ലാവരും എന്നെ ആട്ടിയോടിച്ചപ്പോ എന്നെ ചേർത്ത് പിടിച്ചെന്റെ ഖദീജയാ, എല്ലാരും എന്നെ അവിശ്വസിച്ചപ്പോ എന്നെ വിശ്വസിച്ച ഖദീജയാ, എല്ലാവരും എന്നെ പട്ടിണിക്കിട്ടപ്പോ എനിക്ക് അന്നം തന്ന് ഊട്ടിയെന്റെ ഖദീജയാ, എന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. ആ
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ജീവിതമെന്ന് പഠിപ്പിച്ചു തരാൻ ലോകത്തോട് വന്ന നബിയായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.